അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഉഷാറല്ലേ? ഇന്ന് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയാലോ? അപ്പോൾ തുടങ്ങാം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മൾ ഉന്നക്കായ. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പഴത്തിൻ്റെ കാര്യമാണ്. വല്ലാതെ പഴുക്കാത്തതും നല്ല അധികം പഴുത്തതും ആവരുത് പഴം. ഒരു മീഡിയം ആയിട്ടുള്ള നല്ല യെല്ലോ കളറുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ സ്റ്റേജിൽ പറയാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇന്ന് ഞാൻ സ്റ്റീമറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ ഒക്കെ വേവിച്ചെടുക്കാം. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ ചെയ്യണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പഴം 2 പീസായി കട്ട് ചെയ്തിട്ട് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കണം. ഞാൻ അതിനുള്ളിലുള്ള കുരുവൊന്നും കളഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടിയുള്ള സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഗ്രൈൻഡറോ ഫുഡ് പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുക. പക്ഷേ ചൂടാറിയതിന് ശേഷം ഇടാൻ ശ്രദ്ധിക്കുക. അതൊന്നും ഇല്ലാത്തവർ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ സേവനാഴിയിൽ ഇട്ടൊന്ന് തിരിച്ചെടുക്കുക. പക്ഷെ അത് നൂല് പോലെ പുറത്തേക്ക് വരുമൊന്നുമില്ല, കുറച്ച് വരുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ പഴമൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പണ്ടം, മുട്ടപ്പണ്ടം, തേങ്ങാപ്പണ്ടം, അങ്ങനെ കുറച്ച് പണ്ടങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാനിന്ന് മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എന്നിട്ട് ആ മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ ഉന്നക്കായകളും ഉരുട്ടിയെടുക്കാം. ആദ്യം കയ്യിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ചെയ്തെടുക്കാൻ. ഇനി ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. വല്ലാതെ കനം കുറച്ചിട്ട് പരത്തരുത്. ഇതുപോലെ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കാം. ഇനി കുറച്ച് നമ്മളെ പണ്ടം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഉരുട്ടി ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള പഴം ഇപ്പം വല്ലാതെ പഴുത്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് പൊരിച്ചെടുക്കുമ്പോൾ വല്ലാതെ എണ്ണ പിടിക്കും. പിന്നെ അത് വല്ലാത്ത മധുരമായിരിക്കും. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം.
നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം നമ്മൾ സാധാരണ ഓതൻറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലോണം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കലാണ്. ഇത്ര എണ്ണ വേണ്ടെന്ന് ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പൊരിച്ചെടുത്താലും മതി. ഇതുപോലെ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 15 ഉന്നക്കായ ഈ മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.